പാകിസ്ഥാന് എതിരായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു പിഴവ് പോലും സംഭവിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ. പാകിസ്ഥാൻ്റെ 13 വ്യോമത്താവളങ്ങൾ നമ്മൾ തകർത്തു, അവരുള്ള 9 ഭീകരകേന്ദ്രങ്ങൾ നശിപ്പിച്ചു. അതിൽ 4 പാകിസ്ഥാനിലും 5 പാക് അധിനിവേശ കാശ്മീരിലുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ സംഭവിച്ചതിൻ്റെ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാൻ കഴിയുമോ എന്നും അജിത് ഡോവൽ ചോദിച്ചു. മദ്രാസ് IITയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിലെ വിജയത്തെപ്പറ്റി വാചാലനായത്. ഇന്ത്യ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം പോലും ആക്രമണത്തിൽ നിന്നും ഒഴിവായിട്ടില്ല. അത്ര കൃത്യമായിട്ടാണ് നമ്മൾ ആക്രമണം നടത്തിയത്. ഇന്ത്യക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും ഹാജരാക്കാനും അജിത് ഡോവൽ വെല്ലുവിളിച്ചു. തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 23 മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ 13 വ്യോമത്താവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി. ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു കൊണ്ടുവന്നതാണ്. എന്നാൽ വിദേശ മാധ്യമങ്ങൾ പലതും ഇക്കാര്യത്തിൽ പക്ഷം പിടിച്ചാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഇന്ത്യക്ക് വലിയ നാശമുണ്ടായി എന്നാണ് അവരൊക്കെ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രമെങ്കിലും ഹാജരാക്കാൻ മാധ്യമങ്ങളെ അജിത് ഡോവൽ വെല്ലുവിളിക്കുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ സാധാരണക്കാരെ അല്ല, ഭീകരകേന്ദ്രങ്ങളെ മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചത്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സാങ്കേതിക വിദ്യകളുടെ വിജയം ഡോവൽ ഊന്നിപ്പറയുകയും ചെയ്തു. പാകിസ്ഥാനിൽ ഉടനീളമുള്ള ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കും ചില തിരിച്ചടികൾ ഉണ്ടായെന്ന വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അജിത് ഡോവൽ സംസാരിച്ചത്. ഇന്ത്യൻ സൈനിക താവളങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും പോലും ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ പ്രതികരിച്ചതിനെ തുടർന്നാണ് സായുധ സംഘടന ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 1971 യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെതിരായ ആദ്യത്തെ ത്രിരാഷ്ട്ര സൈനിക ദൗത്യമായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു. പാക് ആക്രമണങ്ങൾ ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന ചില വിദേശ മാധ്യമങ്ങളുടെ അവകാശവാദങ്ങളെയും അജിത് ഡോവൽ തള്ളിക്കളഞ്ഞു. ഇന്ത്യയിലെ ഒരു ജനലിൻ്റെ ഗ്ലാസെങ്കിലും തകർന്ന ഫോട്ടോ കാണിക്കാൻ പറ്റുമോ എന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിച്ചത്.